ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പാപ്പ്. ഓക്കെ, എല്ലാവരും വെയിറ്റ് ചെയ്യാമെന്ന് എനിക്ക് അറിയാം റിസർച്ച് മെത്തഡോളജി അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട്. പക്ഷേ രണ്ട് ക്ലാസ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും, നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും, മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് മൂന്നാമത്തെ പാർട്ടിലേക്ക് പോകാം. എന്തൊക്കെയാണല്ലേ നോക്കാം അല്ലേ. റിസർച്ച് മെത്തേഡ്സ് ഇൻ സൈക്കോളജി. സൈക്കോളജിക്കകത്തുള്ള റിസർച്ച് മെത്തേഡ്സ് കാര്യങ്ങളാണ്. പല രീതിയിലുള്ള മെത്തേഡ്സുകൾ കാണുന്നുണ്ടായിരിക്കും. നമ്മൾ ഇപ്പം ഓരോ പുസ്തകത്തിനും ഓരോ റെഫറൻസുകൾ നോക്കുമ്പോൾ പല രീതിയിലായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. നേരത്തെ നമ്മൾ മെത്തേഡ്സും മെത്തഡോളജിയും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക എന്തൊക്കെയായിരുന്നു മെത്തേഡ്സും മെത്തഡോളജിയും നമ്മൾ വ്യത്യാസം എന്നുള്ളത്. ഓക്കെ, നമുക്കിവിടെ നോക്കാം എന്തൊക്കെയാണ് റിസർച്ച് മെത്തേഡ്സ് ഇൻ സൈക്കോളജി, ഏതൊക്കെ ടൈപ്സ് ആണ്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ദർ ആർ ടു ടൈപ്സ്, രണ്ട് ടൈപ്സ് ആയിട്ടാണ് റിസർച്ച് മെത്തഡോളജി ഉള്ളത്. ഒന്ന് നോൺ എക്സ്പെരിമെൻ്റലും മറ്റൊന്ന് എക്സ്പെരിമെൻ്റലും. അതായത് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സും നോൺ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സും. ഓക്കെ, നമുക്ക് ഈ രണ്ട് സാധനങ്ങൾ മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണെന്നുള്ളതും അതിനുള്ള ടൈപ്പുകൾ എന്താണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഒന്നാമത്തെ നോൺ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ്. എന്താണ് നോൺ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ? ദ നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ച് encompasses the range of research methods that do not involve the manipulation of independent variable to establish the causation. അതായത് നമ്മൾ ആ ഒരു കോസൽ എഫക്റ്റ് പറയാൻ അല്ലെങ്കിൽ അതിൻ്റെ കാരണം പറയാൻ വേണ്ടി നമ്മളൊരു മാനിപ്പുലേഷൻ നടത്തുന്നില്ല, വേരിയബിൾസ് നമ്മൾ മാനിപ്പുലേഷൻ നടത്തുന്നില്ല എന്നാണ് പറയുന്നത്. ഇൻസ്റ്റെഡ് ഇറ്റ് ഫോക്കസ് ഓൺ ദ ഡിസ്ക്രൈബിങ്, എക്സ്പ്ലോറിങ്, അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻഷിപ്പ് എമംഗ് വേരിയബിൾസ്. ഇതിലും വേരിയബിൾസ് ഉണ്ടായിരിക്കും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടായിരിക്കും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപെൻഡൻറ്റ് വേരിയബിളും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഈ പറയുന്ന ഒരു മാനിപ്പുലേഷൻ നടത്തുന്നില്ല, ഈ വേരിയബിൾസ് തമ്മിലുള്ള മാനിപ്പുലേഷൻ നടത്തുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്ക്രൈബ് ചെയ്യുന്നു, അതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നു, ദെൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഓക്കെ, ഈ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഇതാണ് പൊതുവെ ഈ പറയുന്ന നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ നടക്കുന്നത്. ഓക്കെ, എന്തൊക്കെ ടൈപ്പ് ഓഫ് റിസർച്ചുകളാണുള്ളത്, എന്തൊക്കെ ടൈപ്പ് നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ചുകളാണുള്ളത് നോക്കാം അല്ലേ. നോക്കാം. ഒന്ന് മേജർ ടൈപ്പ് ഒബ്സർവേഷൻ മെത്തേഡ്സ്, മറ്റൊന്ന് ഇൻ്റർവ്യൂ മെത്തേഡ്സ്, മറ്റൊന്ന് കേസ് സ്റ്റഡീസ്, മറ്റൊന്ന് സർവേസ്, മറ്റൊന്ന് എന്ന് പറയുന്നത് കണ്ടന്റ് അനാലിസിസ്, കിട്ടിയിട്ടുള്ള അനാലിസിസ്, കണ്ടന്റ്, പിന്നെ ആർക്കൈവൽ റിസർച്ച് ആൻഡ് ഫീൽഡ് സ്റ്റഡീസ്. ഇത്രയും സാധനങ്ങൾ മാത്രമാണ്. ഇതിൽ വേറെ കുറേ സാധനങ്ങൾ ഉണ്ടാവുമായിരിക്കും, പക്ഷേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും സാധനങ്ങളാണ്, ഇത്രയും ടൈപ്സ് ആണ് നോൺ എക്സ്പെരിമെൻ്റലിൽ വരുന്നത്. നമുക്കിനി ഓരോന്ന് എന്താണെന്ന് പഠിക്കാം അല്ലേ. ഓക്കെ, ഒന്നാമത് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. പച്ചക്കറിയാണെങ്കിൽ വായനോട്ടം എന്നൊക്കെ പറയുന്ന മെയിൻ സൈക്കോളജി സാധനമാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. നോക്കി എന്നാണ് കാര്യങ്ങൾ പഠിക്കുക. ഞാൻ എന്താ ചെയ്യുന്നത് നോക്കിയാൽ, ഞാൻ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്നൊക്കെ ടൈമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അതായത് വായി നോക്കുന്നതിനൊക്കെ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ നമ്മൾ സൈക്കോളജിയിൽ പറയാം അല്ലേ. ഓക്കെ, ഒന്നാമത് നോക്കി എന്താണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്നുള്ളത്. ഇറ്റ് ഇൻവോൾവ് ഒബ്സർവിങ് സിസ്റ്റമാറ്റിക്കലി. അവിടെയാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. സിസ്റ്റമാറ്റിക്, അത് ഭയങ്കര സിസ്റ്റമാറ്റിക് ഒക്കെ ആയിരിക്കും, എന്നാലും സിസ്റ്റമാറ്റിക്കലി recording the behavior of individual or groups in their natural environment. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. നാച്ചുറൽ എൻവയോൺമെൻറ്റിലുള്ള നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബിഹേവിയറിനെ കുറിച്ചും ഇൻഡിവിജ്വൽസിനും ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഒരു എന്താ പറയുക സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെക്കോർഡിംഗ് ആണ്. ഓക്കെ, വിത്തൗട്ട് എനി മാനിപ്പുലേഷൻ ഓർ ഇൻ്റർഫറൻസ് ഓഫ് ബൈ ദ റിസർച്ച്. ഇവിടെ റിസർച്ച് നടത്തുന്ന ആൾ ഒരിക്കലും തന്നെ ഈ പറയുന്ന ആ ഗ്രൂപ്പിനകത്തേക്ക് അല്ലെങ്കിൽ ആ പോപ്പുലേഷനകത്തേക്ക് ഇൻ്റർഫിയർ ചെയ്യാൻ പോകുന്നത്, അവർക്കിടയിലുള്ള വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ജസ്റ്റ് നോക്കി കാണാം, പക്ഷെ വെറുതെ നോക്കി കാണാനല്ല, സിസ്റ്റമാറ്റിക്കലി നോക്കി കാണുന്നതാണ്. ദിസ് അപ്രോച്ച് allow the researchers to study the behavior as it naturally occurs, provide the valuable insight into real world context. അതായത് നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന സാധനങ്ങളെ കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ട് നോക്കി കാണുക എന്നുള്ളത്. ഓക്കെ, അതായത് വെറുതെ നോക്കുന്നതിന് പകരം കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്, കൃത്യമായിട്ടുള്ള ഇൻറ്റൻഷൻ വേണം, കൃത്യമായിട്ടുള്ള ഒരാവശ്യത്തോട് കൂടിയുള്ള ഒരു കൃത്യമായിട്ട് ഇൻസൈറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ നാച്ചുറൽ ഒബ്സർവേഷൻ നടത്തുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ ആണ്, നമ്മൾ പല രീതിയിൽ നമുക്ക് നാച്ചുറൽ ഒബ്സർവേഷനെ ഡിവൈഡ് ചെയ്യാം. പക്ഷെ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് രീതിയിലേക്ക് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഒന്നാമത്തെ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ നാച്ചുറൽ ഒബ്സർവേഷൻ്റെ ഭാഗമാണ്. ഒന്നുകിൽ നമുക്ക് മാറി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അത് പാർട്ടിസിപ്പേറ്റ്, ഈ പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ പോപ്പുലേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമുക്ക് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താണ്ട്, ഓക്കെ, ആ ഗ്രൂപ്പിൻ്റെ പാർട്ടായിക്കൊണ്ട് ആ ഗ്രൂപ്പിനോട് ഇഴകി ചേർന്നുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. ഇൻ സം കേസസ് റിസർച്ചർ മേ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഒബ്സർവ്ഡ് കോണ്ടെക്സ്റ്റ്, ഗെയിൻ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബിഹേവിയർ.
ഒരു പോപ്പുലേഷൻ്റെതോ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൻ്റെതോ ഏതോ കൾച്ചറിൻ്റെയോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ എത്നോഗ്രാഫിക് റിസർച്ചുകളൊക്കെ പറയാറുണ്ട്. അതിനകത്ത് ഗ്രൂപ്പിനകത്ത് ജീവിച്ചടിയത്തിൽ കാണുന്ന പോലെ ആ ഗ്രൂപ്പിനകത്ത് പെർട്ടിക്കുലർ എന്താ പറയുക ട്രൈബ്സിൻ്റെ കൂടെയൊക്കെ ജീവിച്ചുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ആ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. ഇഫ് എക്സാം റിസർച്ച് മൈറ്റ് വർക്ക് അണ്ടർ കവർ ഇൻ എ ഓർഗനൈസേഷൻ ഒബ്സർവ് എംപ്ലോയി ബിഹേവിയർ, അതായത് എംപ്ലോയിയുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടി അവിടെ കൂടെ തന്നെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുന്ന രീതിയാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. ദ മോസ്റ്റ് ഓഫൺ റിസർച്ച് ഒബ്സർവ് വിത്തൗട്ട് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. Without active participation as a true naturalistic observation, it involves a minimal interference. അങ്ങനെ കാര്യമായിട്ട് ഇടപെടൽ നടത്താതെ മാറി നിന്നുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിന് ഭാഗമാവാതെ, അതാണ് നോൺ പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. പക്ഷേ ഡാറ്റ എല്ലാം കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും അവർ ഒരിക്കലും ആ പാർട്ടാവുന്നില്ല, ആ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ആ പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമാവാതെ തന്നെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. മിനിമൽ ഇൻ്റർഫറൻസോടുകൂടി ഡാറ്റ കളക്ട് ചെയ്യുന്ന പറയുന്ന പേരാണ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. അപ്പോൾ ഒന്നാമത് ഈ പറയുന്ന നാച്ചുറൽ ഒബ്സർവേഷൻ രണ്ടെണ്ണമുള്ളത്, ഒന്ന് പാർട്ടിസിപ്പൻ്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. ഓക്കെ, എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ലിമിറ്റേഷൻസ് നാച്ചുറൽ ഒബ്സർവേഷൻ്റെ? ഒന്നാം നോക്കാം, എക്സ്റ്റേണൽ വാലിഡിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, എക്സ്റ്റേണൽ വാലിഡിറ്റി അതായത് ഗ്രൂപ്പിനകത്ത് എല്ലാവരെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എക്സ്റ്റേണൽ വാലിഡിറ്റി നല്ലപോലെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റിച്ച് ഡാറ്റ കിട്ടും. അത് ഡിഫറെൻറ്റ് ആൾക്കാരുണ്ടായിരിക്കും, ഡിഫറെൻറ്റ് ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ ഡാറ്റ ഒരേ സമയം കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളത് ഹൈപ്പോത്തിസിസ് ജനറലൈസേഷൻ. നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ ഹൈപ്പോത്തിസിന് ആ ഒരു ഗ്രൂപ്പിനെ മുഴുവനായിട്ടും ജനറലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അടുത്തത് ലിമിറ്റേഷൻ. പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്താണ്? ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ബയാസ്. ഈ നോക്കി കാണുന്ന ആളുടെ ഇത് അത്രമായിട്ടുള്ള ബയാസ്ഡ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അയാൾ അത്ര സ്കിൽഡ് അല്ലെങ്കിൽ അത്ര ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലെങ്കിലൊക്കെ എറർ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അത് ലാക്ക് ഓഫ് കൺട്രോൾ. അത് നമുക്ക് കൃത്യമായി കൺട്രോൾ, കാരണം നമ്മൾ ഗ്രൂപ്പിനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമാവാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു കാര്യമായി കൺട്രോൾ നടത്താനും കഴിയും. കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല, അത് നടന്നു പോകും. പിന്നെ ഒരു ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കുറേ സമയം എടുക്കും, ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഓക്കെ, നമുക്ക് വിചാരിച്ച ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും എന്നുള്ളതാണ്. ഓക്കെ, നോക്കിയാണ് പാർട്ടിസിപ്പൻ്റ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ്റെ പ്രധാനപ്പെട്ട രീതി എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അടുത്തത് ഇൻ്റർവ്യൂ. നമുക്ക് അറിയാം എങ്ങനെയാണ് ഇൻ്റർവ്യൂ പ്രോസസ് നടക്കുന്നത്, എന്താണ് ഇൻ്റർവ്യൂ എന്നുള്ളത്. അതും ഒരു നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ആണ്. ഒന്നാമതൊക്കെ ഇൻ്റർവ്യൂ ആർ ദ വെഴ്സറ്റൈൽ ആൻഡ് വൈഡ്ലി റിസർച്ച് ഇൻ മെത്തേഡ് ഇൻ സൈക്കോളജി ആൻഡ് വേരിയസ് ആൻഡ് അതർ ഫീൽഡ്. സൈക്കോളജിയിലും വേറെ ഏത് ഫീൽഡിലും നമ്മൾ ഇൻ്റർവ്യൂ കേട്ട് ഒരുപാട് പല രീതിയിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി അത് എക്സ്പെരിമെൻ്റൽ രീതിയൊന്നുമല്ല. സോ ഡെപ്ത് ഇൻ്റർവ്യൂ ആർ ദ കണ്ടക്ട് ഇൻ ദ ഗാദർ റിച്ച് നറേറ്റീവ് ഡാറ്റ ഫ്രം ദ പാർട്ടിസിപ്പൻറ്റ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ, ഇത് കൂടുതലായിട്ട് നമ്മൾ ഈ പറയുന്ന ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസിൽ കൂടുതലായിട്ട് ഇത്രയും ഇൻ്റർവ്യൂസ് യൂസ് ചെയ്യാറുണ്ട്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇൻ്റർവ്യൂ നടത്താനും കാരണം വെച്ചാൽ നമുക്ക് ഡാറ്റ കൃത്യമായിരിക്കണം. കൃത്യമായി ഡാറ്റ നറേറ്റീവ് ചെയ്യാനും ആ പാർട്ടിസിപ്പൻറ്റ് കൃത്യമായി ഡാറ്റ നറേറ്റ് ചെയ്യാനൊക്കെ ഇത് ഇൻ്റർവ്യൂ വളരെ സഹായമായിരിക്കും. ദ ഇൻ്റർവ്യൂസ് ക്യാൻ പ്രൊവൈഡ് വാല്യൂബിൾ ക്വാളിറ്റേറ്റീവ്, നേരത്തെ പറഞ്ഞ ക്വാളിറ്റേറ്റീവ് ഡാറ്റ, നോട്ട് ചെയ്തോളിയാ, ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് അലോ ദ റിസർച്ചർ ടു എക്സ്പ്ലോർ വൈഡ് റേഞ്ച് ഓഫ് ഇഷ്യൂ. ഒരേ ആളിൽ നിന്ന് നമുക്ക് ഒരുപാട് പല വൈഡ് റേഞ്ചസ് ഓഫ് ഇഷ്യൂ കളക്ട് ചെയ്യാൻ ഇൻ്റർവ്യൂ സാധിക്കും. ഓക്കെ, എന്തൊക്കെ ടൈപ്സ് ഇൻ്റർവ്യൂസ് നോക്കാം അല്ലേ? ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ നമുക്ക് ഒരുപാട് പഠിച്ചതായിരിക്കും, ചെറിയ ക്ലാസ്സിനെ പഠിച്ചതായിരിക്കും ഇൻ്റർവ്യൂ ഏതൊക്കെ ഉള്ളത്. ഒന്ന് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, മറ്റൊന്ന് സെമി സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, മറ്റേ അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ. ഓക്കെ, ഇനി ഓരോന്ന് പഠിച്ചാൽ എന്തൊക്കെയാണുള്ളത്. ഒന്നാമത് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. പേര് പോലെ തന്നെ ഇൻ്റർവ്യൂ സ്ട്രക്ചേർഡ് ആയിരിക്കും. These interviews have predetermined set of questions often which fixed response questions. ആദ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇത് ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുള്ളത്, പ്രീഡിറ്റർമൈൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രീഡിറ്റർമൈൻഡ് ക്വസ്റ്റ്യൻ. നമ്മൾ വളരെ ഒഫീഷ്യലായിട്ടൊക്കെ നടത്തുന്ന ടെസ്റ്റ് എന്താ പറയുക ഇൻ്റർവ്യൂസ് ഇതായിരിക്കും. ഓഫൻ ഫിക്സ്ഡ് റെസ്പോൺസ് ക്വസ്റ്റ്യൻ, അങ്ങനെ എന്തെങ്കിലും ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ചിലപ്പോൾ യെസ് ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഇത്ര ഉത്തരം മാത്രം, ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല, കൃത്യ ഉത്തരം കിട്ടുന്നതായിരിക്കും. മിക്ക ഫിക്സഡ് റെസ്പോൺസ് ഓപ്ഷൻസും ആയിരിക്കും ഉണ്ടായിരിക്കും. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂസ് ആർ ഹൈലി സ്റ്റാൻഡേർഡൈസ്ഡ് ആൻഡ് യൂസ്ഡ് വെൻ റിസർച്ചർ നീഡ് കൺസിസ്റ്റന്റ് ഡാറ്റ അക്രോസ് ദ പാർട്ടിസിപ്പൻറ്റ്. നമുക്കിതിൽ ആവശ്യമുള്ളത് മാത്രം, വെറുതെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്ന ആവശ്യമുള്ളത് മാത്രം ചോദിക്കുന്നതായിരിക്കും ഈ പറയുന്ന സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ നോക്കാം, സെമി സ്ട്രക്ചേർഡ്. Semi-structured interviews are include set of the core question but also allow for open-ended follow-up questions and probes.
ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി സെറ്റ് ഓഫ് കോർ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷെ എന്താണ്, ബട്ട് ആൾസോ അലോ ഫോർ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും അതിനകത്ത് ഉണ്ടായിരിക്കും. എന്തെന്ന് വെച്ചാൽ ടു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദ പ്രോബ്സ്. അതായത് അവരെ കൂടുതൽ കാര്യങ്ങൾ പറയാനും കൂടുതൽ ഡാറ്റ ഗ്യാദർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പ്രോബ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. ദിസ് ഫോർമാറ്റ് പ്രൊവൈഡ് ദ ഫ്ലെക്സിബിലിറ്റി ടു എക്സ്പ്ലോറിംഗ് ദ ഡീപ്പർ ഇൻസൈറ്റ്. അതായത് നമ്മൾ ആദ്യം തന്നെ പ്രിഡിറ്റർമൈൻ ചെയ്യുന്ന അപ്പുറത്ത് ഇത്രയും ഇതിലേക്ക് പോകുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, കുറച്ചുകൂടി ഉള്ളിലോട്ട് കാര്യങ്ങൾ ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, നല്ലപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മീൻസ് ഓപ്പൺ എൻഡഡ് ആയിട്ടും അതുപോലെ തന്നെ പ്രോബ് ക്വസ്റ്റ്യൻസും ഫോളോ അപ്പ് ഒക്കെ എന്താ പറയുക ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ മൂന്നാമത് അൺസ്ട്രക്ചർഡ് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ ദ നോ പ്രിഡിറ്റർമൈൻഡ് എൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാൾക്കാർ വന്നിട്ട് അങ്ങ് ചോദിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ, പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദേ ആർ ഗൈഡഡ് വിത്ത് ജനറൽ ടോപ്പിക് ഓർ തീം and allowing or the more free flowing and open ended. ഈ രണ്ട് കാര്യങ്ങളും ഈ കോൺസെപ്റ്റ്, ഈ രണ്ട് ഫ്രീ ഫ്ലോയിങ് ആൻഡ് ഓപ്പൺ എൻഡഡ്, ഈ രണ്ട് സാധനങ്ങളും ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇത് രണ്ടും നിങ്ങൾ എക്സാമിന് ആഡ് ചെയ്യണം. ഓക്കെ, മാർക്ക് വീഴുന്നത് അവിടെയൊക്കെ ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത ലാസ്റ്റതാണ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ. Group interviews are the interview involve multiple participants who discuss a specific topic under guidance of the moderator. Okay, these are often used to explore the group dynamics and diverse perspective. Okay, ഒന്നിലധികം ഇൻ്റർവ്യൂവർമാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവറും ഒന്നിലധികം ഈ പറയുന്ന പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു മോഡറേറ്റർ ഉണ്ടായിരിക്കും. മോഡറേറ്റർ ഒരുപാട് പേരുടെ ഒരേ സമയം ക്വസ്റ്റ്യൻ ചെയ്യും. ചിലപ്പോൾ സ്ട്രക്ചേർഡ് ആയിരിക്കും, അൺസ്ട്രക്ചേർഡ് ആയിരിക്കും, പല രീതിയിലായിരിക്കും. ആ ഒരു കോൺടാക്സിനനുസരിച്ചായിരിക്കും പ്രധാനമായും ചെയ്യുക. പ്രധാനമായിട്ട് 4 ഉണ്ടായിരുന്നത് സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ് ആൻഡ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് നോക്കാം. സ്ട്രെങ്ത് നോക്കാം. അത് പറഞ്ഞാൽ ഡാറ്റ നമുക്ക് റിച്ച് ആയിട്ട് കിട്ടും. നല്ലപോലെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അനുസരിച്ചുള്ള നല്ല റിച്ച് ഡാറ്റ കിട്ടും. ഫ്ലെക്സിബിൾ ആയിരിക്കും, ഓരോ ഇൻ്റർവ്യൂസ് ഫ്ലെക്സിബിൾ ആയിരിക്കും. നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ള ഓരോ ഇതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും. പാർട്ടിസിപ്പൻസിൻ്റെ പെർസ്പെക്റ്റീവ് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, അതാണ് ഡാറ്റ കളക്ഷൻ്റെ ഈ ഇൻ്റർവ്യൂ വഴിയുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് പാർട്ടിസിപ്പൻ്റെ പെർസ്പെക്റ്റീവ് കൂടി മനസ്സിലാക്കും. അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യനകത്താണുള്ള ഉത്തരമെങ്കിലും ഈ പറഞ്ഞ ഉത്തരവും ഡിഫറൻ്റ് ആയിരിക്കും. പിന്നെ ലിമിറ്റേഷൻ ഭയങ്കര സബ്ജക്റ്റിവിറ്റി ആയിരിക്കും, ടൈം കൺസ്യൂം ആയിരിക്കും, സാമ്പിൾ സൈസ് വളരെ കുറവായിരിക്കും. ഓക്കെ, അതൊക്കെ ഈ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ആണ്. പിന്നെയുള്ള കേസ് സ്റ്റഡി. ഓക്കെ, കേസ് സ്റ്റഡി എന്ന് നോക്കും. മൂന്നാമതാണ് പറ്റുമ്പോൾ കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി refers the use of descriptive research approach obtained in depth analysis of the person, group or phenomenon. ഒരു കാര്യത്തെക്കുറിച്ചോ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു ഗ്രൂപ്പിനെ കുറിച്ചോ ഇനി നടന്നു പോയ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഫിനോമിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻ ഡെപ്ത് ഓഫ് അനാലിസിസ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് റിസർച്ചാണ്. ഇൻ ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന കാര്യങ്ങളെക്കുറിച്ചും ഒരു ഡീറ്റെയിൽ ആയി കേസ് സ്റ്റഡി. The variety of techniques may be employed including personal interview. അതിനകത്ത് എന്തൊക്കെ ഒരു ഇൻ്റർവ്യൂ നടക്കാം, ഡയറക്റ്റ് ഒബ്സർവേഷൻ നടക്കാം, സൈക്കോമെട്രിക് ടെസ്റ്റുകൾ നടക്കാം, ആൻഡ് ആർക്കൈവൽ റെക്കോർഡ്സ് വരെ ചെക്ക് ചെയ്യേണ്ടി വരും. അതായത് ഒരാളെ കുറിച്ച് പഠിക്കാൻ, ജീവിച്ചിരിക്കുന്ന മരിച്ചതായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാൻ വേണ്ടി ചിലപ്പോൾ എന്തൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ചിലപ്പോൾ പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്തേണ്ടി വരും. ഓക്കെ, നമുക്ക് റിസർച്ചിന് വേണ്ടിയിട്ടായിരിക്കും, ഒരു ജേണൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനി ഡയറക്റ്റ് ഒബ്സർവേഷൻ നടത്തേണ്ടി വരും. പക്ഷേ അയാളെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെയും. അതുപോലെ തന്നെ സൈക്കോമെട്രിക് ടെസ്റ്റ് നടത്തേണ്ടി വരും. അതുപോലെ തന്നെ ആർക്കൈവ് റെക്കോർഡ്, അയാളെ കുറിച്ചുള്ള റെക്കോർഡ്സും കാര്യങ്ങളും സംഭവങ്ങളെ കുറിച്ചുള്ള റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ പല ഇടങ്ങളിലും ഉണ്ടായിരിക്കും. അതൊക്കെ തപ്പിപ്പിടിച്ച് ചെയ്യേണ്ടി വരും. Means in psychology, case studies are often confined in the study of particular individual. പ്രധാനമായിട്ടും പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനകത്തിലൊക്കെ സ്റ്റഡി നടത്താറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ രീതിയിലുള്ള കേസ് സ്റ്റഡീസ് ഉള്ളത് നോക്കി നോക്കാം അല്ലേ. ഒന്ന് സിംഗിൾ കേസ് സ്റ്റഡി, പേര് പോലെ തന്നെ സിംഗിൾ കേസ് സ്റ്റഡി. 2 രീതിയിലുള്ള കേസ് സ്റ്റഡീസ് ആണ്. സിംഗിൾ കേസ് സ്റ്റഡി അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. സിംഗിൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഇതിൻ്റെ സിംഗിൾ കേസ് സ്റ്റഡി ആൻഡ് സിംഗിൾ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഓർ ഈവൻസ് ഇൻ എക്സാമിൻ ഡെപ്ത്. ഓക്കെ, ഒരു ഡെപ്തിൽ ഒരാളെ കുറിച്ച്, ഓക്കെ, ഒരു സിംഗിൾ കേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സിംഗിൾ കേസ് സ്റ്റഡി a single individual group or events in examine depth. This approach is often used to case unique or even researchers want to explore specific phenomenon. Okay, ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഫിനോമിനൻ മാത്രം മനസ്സിലാക്കി വെക്കുക. സ്പെസിഫിക് ഫിനോമിനൻ, ഇവിടെ ഒരു സ്പെസിഫിക് ഫിനോമിനൻ. ഓക്കെ, ഈ സ്പെസിഫിക് ഫിനോമിനനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ട് നോക്കാറുള്ളത്. ഓക്കെ, പിന്നെ അടുത്തതാണ് മൾട്ടിപ്പിൾ കേസ് സ്റ്റഡി. ദ മൾട്ടിപ്പിൾ കേസ് സ്റ്റഡീസ് ഇൻവോൾവ് ദ എക്സാമിനേഷൻ ഓഫ് 2 or more cases, compare, contrast, find common pattern. ഓക്കെ,
ടു ഓർ മോർ രണ്ടോ അതിലധികമോ ആയിട്ടുള്ള കാര്യങ്ങളെ പഠിക്കാനാണ് മൾട്ടിപ്പിൾ കേസ് സ്റ്റഡി. കേസ് ടു കമ്പയർ, ഓക്കെ, ടു കമ്പയർ ദെൻ കോൺട്രാസ്റ്റ് ടു ഫൈൻഡ് ദ കോമൺ പാറ്റേൺ. ഓക്കെ, കോമൺ പാറ്റേൺ. Okay, this approach used when the researcher aimed to generalize finding across the cases. ഇങ്ങനെ നമ്പർ ഓഫ് ഒന്നിലധികം കേസുകൾ പഠിച്ച ശേഷം എക്സാമിൻ ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് മുന്നിലുള്ള മറ്റു കേസുകളിലെ കൂടിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ജനറലൈസ് ചെയ്യാൻ കൂടി പറ്റുന്ന രീതിയിലായിരിക്കും മൾട്ടിപ്പിൾ കേസ് സ്റ്റഡി ഉണ്ടായിരിക്കുക. ഓക്കെ, ഒന്നാമത് സിംഗിൾ കേസ് സ്റ്റഡിക്കകത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ യൂണിക് ഓർ ഗ്രൂപ്പ്സ് ഓർ ഈവൻസ്, സിംഗിൾ ഇൻഡിവിജ്വൽ, ഓക്കെ, സിംഗിൾ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്പെസിഫിക് ഫിനോമിനൻ ഇതൊക്കെ ചെയ്യാനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. അതിൻ്റെ സ്ട്രെങ്ത്തും ആൻഡ് ലിമിറ്റേഷനും നോക്കാം. ഒന്നാമത്തെ ടു പ്രൊവൈഡ് ഡീറ്റെയിൽ റിച്ച് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ഓക്കെ, മനസ്സിലാക്കി വെച്ചോളേ, കേസ് സ്റ്റഡിയുടെ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ റിച്ച് ആയിട്ടുള്ള, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള, നല്ല പോലെയുള്ള ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടും. അതുപോലെ തന്നെ ടു പ്രൊവൈഡ് ഇൻസൈറ്റ് ഫർദർ റിസർച്ച്, നമുക്ക് അടുത്ത റിസർച്ചിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻസൈറ്റ് കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഒന്നുള്ളത് എന്ന് പറയുന്നത് permitting the investigation of the otherwise impractical investigation. നമുക്ക് പ്രാക്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ഇതുവഴി നടത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഒരുപാട് ടൈം കൺസ്യൂമർ നമുക്കറിയാം. അതുപോലെ തന്നെ ഇമിറ്റേഷൻ നോക്കാം. ക്യാൻ ജനറലൈസ് ദ റിസൾട്ട് ദ വൈഡർ പോപ്പുലേഷൻ. ഓക്കെ, ചിലപ്പോൾ ഒരു ഫിനോമിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഏത് പർട്ടിക്കുലർ പോപ്പുലേഷനെ കുറിച്ചായിരിക്കും. പക്ഷേ നമ്മൾ ഒരിക്കലും തന്നെ നമുക്ക് എന്തെങ്കിലും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ജനറലൈസ് ചെയ്യാൻ പറ്റാത്ത ടെസ്റ്റുകൾ പലപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായിരുന്നു ഒന്ന് ഓർത്ത് നോക്കും. അതുപോലെ റിസർച്ചർ ഓൺ സബ്ജക്റ്റീവ് ഫീലിംഗ് മേ ഇൻഫ്ലുവൻസ് ദ കേസ് സ്റ്റഡി. ചിലപ്പോൾ ഒക്കെ ഈ സബ്ജക്റ്റീവ് ഫീലിംഗ് നടത്തുന്നത്, ചിലപ്പോൾ ഞാനാണ് നടത്തുന്നതെങ്കിലും നിങ്ങളാണ് നടത്തുന്നതെങ്കിലും ഈ സബ്ജക്റ്റീവ് ഫീലിംഗ് ചിലപ്പോൾ ഒക്കെ ഈ പറഞ്ഞ മിക്കവാറും സൈക്കോളജി ടെസ്റ്റിലൊക്കെ വരാറുണ്ട്. ശരിക്കും വരാൻ പലരും ബയാസ്ഡ് ആണ്. അത് ഡിഫിക്കൽട്ട് ടു റെപ്ലിക്കേറ്റ്, അത് വീണ്ടും ചെയ്യാന്നുള്ളത് പോസിബിൾ ആയിരിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഇവിടെ പറയുന്നുണ്ട് വാട്ട്സ് വിത്ത് എ ബിയർ, എന്തിനാ ഇത്രയും ബിയറെ കുടിക്കുന്നതെന്ന്. കേസ് സ്റ്റഡി ചെയ്ത്, കാരണം അത്രയും സമയം എടുക്കുന്ന ആൾ പറയുന്നത്. ഓക്കെ, അടുത്ത് സർവേ നമ്മൾ കുറേ കേട്ടതാണ്, കുറേ ചെറുപ്പം മുതലേ കാണുന്ന സാധനം സർവേ എന്നുള്ളത്. ഒരു മറ്റേ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരും, സെൻസസ് എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഈ അംഗൻവാടി ടീച്ചർമാരൊക്കെ വന്നിട്ട് നമ്മളെടുത്ത് സർവേ എടുക്കാറുണ്ട്. സർവേ ദ റിസർച്ച് ഡിഫൈൻസ് ദ പ്രോസസ് ഓഫ് കണ്ടക്ടിങ് റിസർച്ച് യൂസിങ് സർവേസ് ദാറ്റ് റിസർച്ചേഴ്സ് ആൻഡ് സർവേ റെസ്പോണ്ടൻറ്റ്. അതായത് ഒരു റെസ്പോണ്ടൻറ്റ് ഈ റിസർച്ചർ ഒരു സാധനം കൊടുക്കും, അത് സർവേ എന്ത് ചെയ്യണം, റെസ്പോണ്ടൻറ്റ് ഫില്ല് ചെയ്യണം. ഓക്കെ, അതാണ് സർവേ നടക്കാറുള്ളത്. പിന്നെ അത് ഡാറ്റ കളക്റ്റഡ് ഫ്രം ദ സർവേസ് ദെൻ സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ്ഡ് ടു ഡ്രോ മീനിങ്ഫുൾ റിസർച്ച് കൺക്ലൂഷൻ. കിട്ടിയിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻ്റ് ആയ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഉപയോഗിച്ച് എന്താണ് ചെയ്യേണ്ടത്, കോസൻ്റ് എഫക്റ്റ് ആണോ, കോസൽ റിലേഷൻ ആണോ, ഇത് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണോ ഒക്കെ പഠിക്കുന്നത് ഡിഫറെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ ഏജ്, കല്യാണം കഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വയസ്സ് എത്രയാണ്, നിങ്ങൾ പേരെന്താണ്, നിങ്ങൾ എവിടെ പഠിക്കുന്നത്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എല്ലാ കാര്യം കളക്ട് ചെയ്തിട്ട് എന്നിട്ട് അവസാനം നമ്മൾ ക്വസ്റ്റ്യന് മാത്രം അവർ എന്ത് ചെയ്യും, സ്കോർ നമ്പർ കൊടുത്തിട്ട് എന്ത് ചെയ്യും, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തും. ഓക്കെ, 3 രീതിയിലാണ് പ്രധാനമായിട്ടും സർവേ നടത്താറുള്ളത്. ഒന്നാമത്തെ ഓൺലൈൻ വഴിയാണ് ഒന്നാമത്തെ നടത്താറുള്ളത്. ഓൺലൈൻ റെഗുലറായിട്ട് കാണുന്ന ഒരു സാധനമാണ്. ദ ഓൺലൈൻ സർവേ റിസർച്ച് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ സർവേ റിസർച്ച് മെത്തഡ്സ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും വീട്ടിൽ പോയിട്ട് ഓരോ വ്യക്തിക്ക് പോയി കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ, ചെയ്യാത്തതുകൊണ്ട് തന്നെ, അതിന് സമയമില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഓൺലൈനായിട്ടാണ് പൊതുവെ നടത്താറുള്ളത്. ദെൻ ദ കോസ്റ്റ് ഇൻവോൾവ് ദി ഓൺലൈൻ സർവേ റിസർച്ച് എക്സ്ട്രീംലി മിനിമൽ. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ കോസ്റ്റ് വളരെ കുറവാണ്. ഒന്ന് ഈ വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുക, ഓക്കെ, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടൈം കൺസ്യൂമിങ് എല്ലാവരും ഫില്ല് ചെയ്ത് തരും. അതുപോലെ തന്നെ ദ റെസ്പോൺസ് ഗ്യാദർ ഹൈലി അക്യുറേറ്റ് കൂടി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ശരിയാണോ, ഇമെയിലാണെങ്കിൽ ഓൺലൈനിലൂടെ ചെയ്യുന്ന ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫോൺ. The phone in the server research conducted over telephone can be useful collecting data from the more extensive സെക്ഷൻ ഇൻ ദ ടാർഗറ്റ് പോപ്പുലേഷൻ. ഈ ഓരോ പോപ്പുലേഷനെയും ഫോൺ വിളിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും അന്വേഷിക്കുന്നതാണ് സർവേ. ഒന്നാമത് ഫോൺ സർവേ. ദർ ആർ ചാൻസസ് ദാറ്റ് മണി ഇൻവെസ്റ്റ് ഇൻ ദ ഫോൺ സർവേ വിൽ ബി ഹയർ ദാൻ അതർ മീഡിയംസ്. ദ ടൈം റിക്വയർഡ് വിൽ ബി ഹയർ. നമുക്ക് സമയം കൂടുതലായിട്ട് വരും. അതുപോലെ തന്നെ മണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, മറ്റ് മീഡിയത്തെ അപേക്ഷിച്ച സമയത്ത് വളരെ ചിലവ് കുറഞ്ഞ മെത്തഡ് കൂടിയാണ് ഫോൺ സർവേ എന്ന് പറയുന്നത്.
പിന്നെ ഫേസ് ടു ഫേസ് മിക്കവാറും സർവേകൾ റിസർച്ച് കണ്ടക്ട് ദ ഫേസ് ടു ഫേസ് ഡെപ്ത് ഇൻ്റർവ്യൂ ഈ സിറ്റുവേഷൻ വേർ ദർ കോംപ്ലിക്കേറ്റഡ് ടു പ്രോബ്ലം ടു സോൾവ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്താണ് കോംപ്ലിക്കേറ്റഡ് എന്നുള്ളത് നമ്മൾ ഫേസ് ടു ഫേസ് ചെയ്യുന്നതാണ്. ദ റെസ്പോൺസ് റേറ്റ് ഇസ് ദ മെത്തേഡ് ഇസ് ഹയസ്റ്റ് ബട്ട് ഇറ്റ് ക്യാൻ ബി കോസ്റ്റ്ലി. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ മെത്തേഡ് വെരി എന്താണ് റെസ്പോൺസിൻ്റെ മെത്തേഡ് ഭയങ്കര ഹൈ ആയിരിക്കും. കാരണം നമുക്ക് കിട്ടാൻ സാധ്യത ഫേസ് ടു ഫേസ് ആയതുകൊണ്ട് മറ്റതുപോലെ മെയിലിൻ്റെ പോലെ ഫോൺ സർവേ പോലെയൊക്കെ അത്ര ഒരു ബയസ്ഡ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. ചിലപ്പോൾ അയച്ചു കൊടുത്താൽ ഫില്ല് ചെയ്യില്ല, ജസ്റ്റ് ഫില്ല് ചെയ്യാതെ വിടും, കംപ്ലീറ്റ് ആക്കാതെ വിടും. പക്ഷെ ഇവിടെ ആ സമയത്ത് പിടിച്ചിരുത്തി ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇറ്റ് ക്യാൻ ബി വെരി കോസ്റ്റ്ലി കൂടിയാണ്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷനും അഡ്വാൻറ്റേജ് നോക്കുന്നത്. എഫിഷ്യൻസി ഹൈ എഫിഷ്യൻ്റ് ആയിരിക്കും മറ്റ് സർവേകളെ അപേക്ഷിച്ച് വരുന്നത്. അതുകൊണ്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടൂൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ അനോണിമിറ്റി, ഓരോരുത്തർ ചോദിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അറിയാതിരിക്കാം, പേര് വേണമെങ്കിൽ ആഡ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ പ്രധാനമായിട്ടും റെസ്പോൺസ് ബയസ്, ഈ പറയുന്ന ആൾക്കാർ റെസ്പോൺസ് കുറവായിരിക്കാം. പിന്നെ ലിമിറ്റഡ് ഇൻ ഡെപ്ത്, നമുക്ക് എത്രത്തോളം ഡെപ്തിൽ പോകാമെന്നുള്ളത് നമുക്ക് ലിമിറ്റേഷൻ ആയിട്ട് കാണാറുണ്ട്. പിന്നെ ഒന്നുള്ളത് സാമ്പിളിംഗ് ബയാസ്, നമ്മൾ എടുക്കുന്ന ആൾ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരമാണ് തരുന്നതിൽ നമ്മൾ സെലക്ട് ചെയ്ത ആൾ കൃത്യമായ പോപ്പുലേഷനിൽ പെട്ട ആളാണെന്നുള്ളതൊക്കെയുള്ള പല രീതിയിലുള്ള സാധനങ്ങൾ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് കണ്ടന്റ് അനാലിസിസ്. ഇത് പൊതുവേ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല, മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. ഇപ്പോൾ റിസർച്ച് ഒരു നോൺ എക്സ്പെരിമെൻറ്റ് പൊതുവേ കേൾക്കാത്ത മനസ്സിലാക്കാത്തതായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടന്റ് അനാലിസിസ് ജസ്റ്റ് നോക്കി നോക്കാം അല്ലേ. Content analysis is a research method used systematically and objectively analyze the content of text or audio or video or visual material. Okay? എന്തൊക്കെയായിരുന്നു? Text, audio, video, visual material to identify patterns, themes and trend. Okay, ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുള്ള കണ്ടന്റ് ദ റിസർച്ച് യൂസ് ടു ഡിറ്റർമൈൻ ദ പ്രസൻസ് ഓഫ് ദ സെർട്ടൻ വേർഡ്സ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പല സാധനങ്ങൾ ഒബ്ജക്റ്റീവ്ലി അനലൈസ് കണ്ടന്റ് ഓഫ് ടെക്സ്റ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഓഡിയോസ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിഷ്വൽ മെറ്റീരിയൽ ആയിക്കോട്ടെ, അതിൻ്റെ പാറ്റേണോ തീംസോ ട്രെൻഡ്സോ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ട് അവൈലബിൾ ആയ കണ്ടന്റിന് മേൽ നടക്കുന്ന വർക്കാണ് കണ്ടന്റ് അനാലിസിസ്. കണ്ടന്റ് അനാലിസിസ് ദ റിസർച്ച് യൂസ് ടു ഡിറ്റർമൈൻ ദി പ്രസൻസ് ഓഫ് ദ സെർട്ടൻ വേർഡ്സ്. എന്താണ് നമുക്ക് റിസർച്ചിൽ എന്താണ് ആവശ്യമുള്ളത്, അത് ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടോ, സെർട്ടൻ വേർഡ്സ് ആയിരിക്കാം, തീംസോ കോൺസെപ്റ്റോ വിത്തിൻ സം ഗീവൻ ക്വാളിറ്റേറ്റീവ് ഡാറ്റ. അതിനുള്ള ക്വാളിറ്റേറ്റീവ് ഡാറ്റക്കകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകളോ വീഡിയോസോ ഓഡിയോസോ വിഷ്വൽ മെറ്റീരിയൽസോ അതെല്ലാം അനാലിസിസ് നടത്തുന്നതാണ് കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട കണ്ടന്റ് അനാലിസിസ്. അടുത്തത് നാലാമത്തെ ഒരു സാധനമാണ് ആർക്കൈവൽ റിസർച്ച്. ആർക്കൈവ്സ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് ആർക്കൈവ്സിനെ കുറിച്ച് സ്കൂളുകളിലായാലും കോളേജുകളിലായാലും അവരുടേതായിട്ടുള്ള ആർക്കൈവിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്താണ് ശരിക്കും ആർക്കൈവൽ റിസർച്ച് എന്ന് പറയുന്നത്? ആർക്കൈവൽ റിസർച്ച് ഇസ് ദ റിസർച്ച് മെത്തേഡ് ദാറ്റ് ഇൻവോൾവ് ദ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് റെക്കോർഡ്സ്, already existing records and documents and data from the historical, organizational and institutional archives. ചരിത്രപരമായിട്ടുള്ള നമ്മൾ എന്താ പറയുക പ്രധാനപ്പെട്ട സാധനങ്ങൾ ഉരുപ്പടികൾ നമ്മൾ എടുത്തു വെക്കുന്ന ചരിത്രപരമായി എടുത്തു വെച്ചിട്ടുള്ള രേഖകളൊക്കെ ഉണ്ടായിരിക്കും. രേഖകൾ അതുപോലെ ആർക്കൈവ്സ് ക്യാൻ ബി മാനുസ്ക്രിപ്റ്റ് ആയിരിക്കാം, ഡോക്യുമെൻറ്റ്സ് ആയിരിക്കാം, റെക്കോർഡ്സ് ഇൻക്ലൂഡിങ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആവും, ഒബ്ജക്ട് സൗണ്ട് ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽസ് അത്രയും പറ്റും. പല സാധനങ്ങളും ഇതേമാതിരി ലോക്കറിൽ സൂക്ഷിക്കുന്നുണ്ടായിരിക്കും. പല രേഖകളും പല ഇടങ്ങളും ഇപ്പോൾ പ്രധാനപ്പെട്ട ആരാധന കേന്ദ്രങ്ങളിലൊക്കെ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന സാധനങ്ങളുണ്ടായിരിക്കും. അതെന്തെങ്കിലും റിസർച്ചിൻ്റെ ആവശ്യമില്ല, ലൈബ്രറികളിൽ സൂക്ഷിച്ച് വെക്കുന്നതായിരിക്കും. വളരെ എന്താ പറയുക യുണീക്കായിട്ടുള്ള വേറെ എവിടെയും റിട്ടേൺ സാധനങ്ങളൊക്കെ ഉണ്ട്, എവിടെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന അതിൽ നിന്ന് സാധനങ്ങൾ റിസർച്ച് ചെയ്യുന്നതാണ് ആർക്കൈവൽ റിസർച്ച്. നോക്കാം ഏതൊക്കെ രീതിയിൽ ആർക്കൈവൽ റിസർച്ച് നോക്കാം. ഒന്നാമത് ഹിസ്റ്റോറിക്കൽ ആർക്കൈവ്സ്, ചരിത്രപരമായിട്ടുള്ള ഈ മനുസ്ക്രിപ്റ്റ് പോലെ സാധനങ്ങൾ. ദീസ് archives contain historical documents and manuscripts and letters, diaries, photographs and other records from the past. കഴിഞ്ഞ കാലം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ലൈബ്രറിയിലോ വേറെ ഏത് കേന്ദ്രങ്ങളിലോ സൂക്ഷിച്ച് വെച്ച സാധനങ്ങളെ കളക്ട് ചെയ്ത് അതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ആവശ്യമായ റിസർച്ച് നടത്തുന്നതാണ്. പക്ഷേ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് റിസർച്ച് നടത്താൻ. നമുക്ക് ഈ ഡാറ്റ കിട്ടുക എന്നുള്ളത് അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഓർഗനൈസേഷണൽ ആർക്കൈവ്സ്, ആർക്കൈവ്സ് സച്ച് ആസ് ദ കോർപ്പറേഷൻ, ഗവൺമെൻറ് ആൻഡ് ഏജൻസീസ് and universities that maintain their own archives which may include documents related to their history, operation and decision making.
എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ഈ ഓർഗനൈസേഷനകത്ത് സ്കൂളായിക്കോട്ടെ, ഈ ബിസിനസ് സ്ഥാപനങ്ങളായിക്കോട്ടെ, കോളേജുകളായിക്കോട്ടെ, അവർക്ക് അവരുടേതായ ആർക്കൈവൽസ് ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എടുത്ത് വെക്കാൻ, അവരുടെ ചരിത്രത്തെക്കുറിച്ച് പറയാൻ, അവരുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങളെ കുറിച്ച് പറയാൻ, അവരുടെ ഒരു വരവിനെ കുറിച്ചും അതുപോലെ അടുത്തതിനെ കുറിച്ചൊക്കെ അവർ ഡോക്യുമെൻറ്റ് ചെയ്ത് വെച്ച സാധനങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സാധനങ്ങളെല്ലാം ഡോക്യുമെൻറ്റ് ചെയ്ത് മിക്കവാറും യൂണിവേഴ്സിറ്റികളൊക്കെ ആർക്കൈവ്സ് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാറുണ്ട്. അതാണ് ഓർഗനൈസേഷൻ ആർക്കൈവ്. അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങൾ അങ്ങനത്തുള്ള പ്രധാന സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നതിനകത്താണ്. പിന്നെ അടുത്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർക്കൈവ്സ് എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ലൈക്ക് ലൈബ്രറീസ് ആൻഡ് മ്യൂസിയംസ് ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സ് ഓഫൺ ഹൗസ് കളക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ് റെക്കോർഡ് റെലവൻറ്റ് ദെയർ മിഷൻ. അവരുടെ എന്താണ് ഗോള്, അവരുടെ ലക്ഷ്യത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് ഇപ്പോൾ ലൈബ്രറികളായിരിക്കാം, ഓക്കെ, അത് പറഞ്ഞാൽ മ്യൂസിയങ്ങളിലായിരിക്കാം, റിസർച്ച് സെൻറ്റേഴ്സിലായിരിക്കും, ഇതേമാതിരി ഡാറ്റ കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കുന്ന ഒരു മെത്തേഡാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർക്കൈവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ഇതിൻ്റെ സ്ട്രെങ്ത്തും ലിമിറ്റേഷനും എന്തൊക്കെ നോക്കാം. റിച്ച് ഇൻ ഹിസ്റ്റോറിക്കൽ ഡാറ്റ, തീർച്ചയായിട്ടും, കാരണം പഴയ കാര്യങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്തായാലും കിട്ടും. ലോഞ്ചിറ്റ്യൂഡൽ പെർസ്പെക്റ്റീവ് ആയിരിക്കും, അതായത് പല കാലയളവിൽ, നീണ്ടു നിൽക്കുന്ന കാലയളവിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോൺ ഇൻട്രൂസീവ് ആയിരിക്കും. അതുപോലെ തന്നെ ലിമിറ്റേഷൻ, അവൈലബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി, ഈ പറയുന്ന സാധനങ്ങളൊന്നും എല്ലാവർക്കും അവൈലബിൾ ആയിക്കോളുന്നില്ല. ഈ സാധനങ്ങൾ ഉണ്ടെന്ന് ഉറപ്പില്ല, ഉണ്ടെങ്കിൽ കൂടിയും ഇത് ആക്സസിബിൾ ആയിക്കോളുന്നില്ല എല്ലാവർക്കും. അതുപോലെ തന്നെ ബയാസസ് ആൻഡ് ഗ്യാപ്സ്, എറർ വരാൻ സാധ്യതയുണ്ട്. ഇത് ആ കാലത്ത് റെക്കോർഡ് ചെയ്ത് വെച്ച ആൾക്കാരുടെ അടുത്തുണ്ട് ബയാസുകൾ വരാറുണ്ട്. അത് ഈ റിസർച്ചിലേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ബയാസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് ഗ്യാപ്പ്, ഒരുപാട് കാലം ഒഴിവുള്ളത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് വരാറുണ്ട്. പിന്നെ ഡാറ്റയുടെ ക്വാളിറ്റി, എത്രത്തോളം കിട്ടുന്ന ഡാറ്റ എത്രത്തോളം ക്വാളിറ്റി ഉള്ളതായിരിക്കും. ചിലപ്പോൾ അവിടെ ഇവിടെ ചതിലേക്ക് അടിച്ചതോ ചതിലേക്ക് ഇതാക്കിയതോ ഒക്കെ ഉണ്ടായിരിക്കും, പല രീതിയിൽ സാധനങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നുള്ളത് ഫീൽഡ് സ്റ്റഡീസ് ആണ്. ഓക്കെ, ഈ പറഞ്ഞ സാധനം നോൺ എക്സ്പെരിമെന്റൽ ഫീൽഡ് സ്റ്റഡീസ് നോക്കാം. ഫീൽഡ് സ്റ്റഡീസ് ഡിഫൈൻസ് ദ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ എയിംസ് ഒബ്സർവ്, ഇന്ററാക്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ വൈൽ ദേ ആർ എ നാച്ചുറൽ എൻവയോൺമെന്റ്. ഓക്കെ, ഒരു നാച്ചുറൽ എൻവയോൺമെന്റ് ഒബ്സർവേഷൻ്റെ അപ്പുറത്ത് ഫീൽഡിൽ ഇറങ്ങിച്ചെന്ന്, നാച്ചുറൽ ഒബ്സർവേഷൻ്റെ അപ്പുറത്ത് ഫീൽഡിൽ ഇറങ്ങിച്ചെന്ന് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ നടത്തുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ കളക്ടിങ് ഡാറ്റ ഔട്ട്സൈഡ് ആൻഡ് എക്സ്പെരിമെൻ്റൽ ഓർ ലാബ് ഓർ സെറ്റിംഗ്. പൊതുവെ ഫീൽഡ് സ്റ്റഡീസ് നടത്തുന്നത് ഈ പറയുന്ന ലാബ് ഓർ സെറ്റിങ്സിലെല്ലാം തന്നെ ഈ പറയുന്ന പുറത്തുനിന്നുള്ള കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യുന്നതിനാണ് എക്സ്പെരിമെൻ്റൽ ഫീൽഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ദിസ് ഫോം ഓഫ് റിസർച്ച് ജനറലി പ്രൊഹിബിറ്റ് ദ ഡിറക്റ്റ് മാനിപ്പുലേഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റ് ഓഫ് ദ റിസർച്ച്. ഇവിടെ ഈ പറഞ്ഞ മാനിപ്പുലേഷൻ എന്ന സാധനങ്ങളൊന്നും പോസിബിൾ ആവില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട നമ്മളെ നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ച്. ഇനി ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡ് കൂടി പറഞ്ഞാൽ നമുക്ക് ഈ ഭാഗം ക്ലോസ് ചെയ്യാം. ഓക്കെ, എന്തൊക്കെയാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്? റിസർച്ച് ഇൻവോൾവ് ദ മാനിപ്പുലേഷൻ ഓഫ് ദ വൺ ഓഫ് മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഒന്നോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളോ ഒബ്സർവ് എഫക്റ്റ് ഓൺ എ ഡിപെൻഡൻറ്റ് വേരിയബിൾ, ഒന്നോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വെച്ചിട്ട് ഈ പറയുന്ന ഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഒബ്സർവ് ചെയ്യുന്ന മെത്തേഡ്, എൻ്റെ എഫക്റ്റ് മനസ്സിലാക്കുന്ന മെത്തേഡാണ്. ഇനി ഇപ്പോൾ സിംഗിൾ ആയിരിക്കാം, മൾട്ടിപ്പിൾ ആയിരിക്കും, മൾട്ടിപ്പിൾ ലെവൽ വേരിയബിൾ ആയിരിക്കും, ഡിഫറെൻറ്റ് വേരിയബിൾസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് എ കൺട്രോൾഡ് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് aiming to establish a causal relationship between the variables. ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് വരുന്നത്. കോസൽ റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് സയൻറ്റിഫിക്കായി സിസ്റ്റമാറ്റിക്കായുള്ള അപ്രോച്ചാണ് എക്സ്പെരിമെൻ്റ് മറ്റും നടത്തുക. ഓക്കെ, പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള മെത്തേഡുകളാണ് പൊതുവെ ഈ പറയുന്ന സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി നടക്കാറുള്ളത്. ഒന്നാമത് ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്. A laboratory experiment is an experiment conducted under highly controlled condition. നമ്മൾ മിക്കവാറും സൈക്കോളജി നടത്തുള്ള എക്സ്പെരിമെൻറ്റുകളെല്ലാം തന്നെ ഇത്രയും ലബോറട്ടറി എക്സ്പെരിമെൻ്റ് ആയിരിക്കും. ഓക്കെ, ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് ഇസ് എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് അണ്ടർ ദ ഹൈലി കൺട്രോൾഡ് കണ്ടീഷൻ ബട്ട് നോട്ട് നെസസറിലി ലബോറട്ടറിയിൽ ആയിക്കോളും എന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനത്തെ സെറ്റപ്പിൾ ആയാലും മതി. വിത്ത് അക്യുറേറ്റ് മെഷർമെൻറ്റ് ആർ പോസിബിൾ. നമുക്ക് എങ്ങനെയാണോ കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ് പോസിബിൾ ആയിട്ടുള്ളത് അവിടെ വെച്ച് നടത്തുന്നതാണ് ഈ പറയുന്ന ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്. ദ റിസർച്ച് ഡിസൈഡ് ടു വേർ ദ എക്സ്പെരിമെൻറ്റ് വിൽ ടേക്ക് പ്ലേസ്. അതായത് ഏത് സമയത്ത് നടക്കണം, എവിടെ വെച്ച് നടക്കണം, ഏത് പാർട്ടിസിപ്പൻസ് ഉപയോഗിക്കണം, ഏത് സർക്കംസ്റ്റാൻസിൽ നടക്കണം, ഏത് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയർ യൂസ് ചെയ്യണം എന്നുള്ളത് പാർട്ടിസിപ്പൻ്റ് തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് മിലിഗ്രിമിൻ്റെ സ്റ്റഡി ആണെങ്കിലും ഈ പറയുന്ന സിംബ്രാഡിൻ്റെ സ്റ്റഡി ആണെങ്കിലും അല്ലെങ്കിൽ ബന്ധുവിൻ്റെ സ്റ്റഡി ആണെങ്കിലും എല്ലാം തന്നെ ഈ പറഞ്ഞ ലബോറട്ടറി എക്സ്പെരിമെൻറ്റിനകത്താണ് നടക്കുന്നുണ്ടായിരുന്നത്. അതായത് അവർ സെറ്റ് ചെയ്തൊരു ലബോറട്ടറിക്കകത്ത് നടന്നതായിരുന്നു. ഓക്കെ, മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തത് നോക്കാം. ഫീൽഡ് എക്സ്പെരിമെൻറ്റ്.
A field experiment research method that combine the controlled aspect of laboratory experiment with the natural setting. ഈ സാധനങ്ങളെല്ലാം തന്നെ ലബോറട്ടറി നടത്തുന്ന സാധനങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന നാച്ചുറലിസ്റ്റിക് സെറ്റിങ്ങിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിനകത്തൊരു കൺട്രോൾഡ് ഗ്രൂപ്പും അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും നോൺ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പൊക്കെ ആഡ് ചെയ്ത് നടത്തുന്ന പ്രോഗ്രാമാണ് field experiment. The field experiment research manipulate one or more independent variables, study their effect of participant behavior in the real world setting. റിയൽ വേൾഡ് സെറ്റിങ്സിനകത്ത് ചെന്നിട്ട് ഇതിനകത്ത് ഓൾറെഡി സെറ്റ് ചെയ്ത ആൾക്കാരുണ്ടായിരിക്കും, ഇവൻ്റെ കൺഫഡറേറ്റുകൾ ഉണ്ടായിരിക്കും, എല്ലാ തന്നെ സാധാരണക്കായ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇവർ ഈ പറയുന്ന കൃത്യമായിട്ടുള്ളൊരു കോസ് ആൻഡ് എഫക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങിക്കൊണ്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഫീൽഡ് എക്സ്പെരിമെൻറ്റ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടും എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ്, നോൺ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, പ്രധാനപ്പെട്ട റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കി ഏതൊക്കെയായിരുന്നു ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഒന്നാമത്തേത് എന്തായിരുന്നു? ഓക്കെ, ഒന്നാമത്തത് പ്രധാനപ്പെട്ട റിസർച്ച് മെത്തേഡ് ഇൻ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, റിസർച്ച് മെത്തേഡ് ഇൻ സൈക്കോളജി, എക്സ്പെരിമെൻ്റലും നോൺ എക്സ്പെരിമെൻ്റലും അതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നോൺ എക്സ്പെരിമെൻ്റൽ എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അതിനകത്ത് ഈ പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, കേസ് സ്റ്റഡി, സർവേ, കണ്ടന്റ് അനാലിസിസ്, ആർക്കിയോളജിക്കൽ റിസർച്ച്, ഫീൽഡ് സ്റ്റഡീസ്. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് എക്സാമിനകത്ത് നോൺ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ് മാത്രം എഴുതാൻ പറയും. ഓക്കെ, 5 മാർക്കിനും 10 മാർക്കിനൊക്കെ ആയിട്ട്. ചിലപ്പോൾ ഇത് രണ്ടും പാടി എഴുതാൻ പറയും. 2 മാർക്കിനകത്ത് പ്രധാനപ്പെട്ട ഈ സാധനം ജസ്റ്റ് മെൻഷൻ ചെയ്യാനൊക്കെ പറയും. അപ്പോൾ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ സാധനങ്ങൾ അതുപോലെ തന്നെ നോൺ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ഫീൽഡ് സ്റ്റഡീസും ലബോറട്ടറി എക്സ്പെരിമെൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ മാർക്ക് കിട്ടും. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്യുക, എല്ലാത്തിനും ഒരു എക്സാമ്പിൾ ആഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ശരിയാവും. ഓക്കെ, ഇതാണ് ഇന്നത്തെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് പ്രധാനപ്പെട്ട എക്സ്പെരിമെൻ്റൽ, പ്രധാനപ്പെട്ട സൈക്കോളജി, പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസർച്ച് മെത്തേഡ്സ് ഇൻ സൈക്കോളജി എന്നുള്ളത്, ഒന്ന് എക്സ്പെരിമെൻ്റലും നോൺ എക്സ്പെരിമെൻ്റലും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക് യു.